പെരുങ്കുളം രഥോത്സവം 2026 നമ്മൾ 5 പാർട്ടുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൽ അവസാന പാർട്ടിൽ ഏകദേശം 32 മിനിറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അത് 22 മിനിറ്റ് 23 മിനിറ്റ് അതിൽ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ടെക്നിക്കൽ എറർ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഏകദേശം 10 മിനിറ്റോളം അത് മിസ്സിങ് ആയി കുറച്ച് ഭാഗങ്ങൾ. അതായത് നല്ല നല്ല മൂവ്മെന്റ്സുകൾ, രഥോത്സവത്തിൽ നല്ല നല്ല മൂവ്മെന്റ്സുകൾ, അതുപോലെ തന്നെ കുറച്ച് നല്ല സ്പീച്ചുകളൊക്കെ അതിൽ മിസ്സായി, ഏകദേശം ഒരു 10 മിനിറ്റോളം. അപ്പോൾ ഈ വീഡിയോ അതിൻ്റെ തുടർച്ചയാണ്. അതായത് അവസാന ഭാഗത്തിൻ്റെ മിസ്സിങ് ആയ കുറച്ച് ഭാഗങ്ങളുടെ തുടർച്ചയാണ് ഈ വീഡിയോ. അപ്പോൾ അത് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ആ മിസ്സിങ് വീഡിയോയ്ക്ക് പോവാം. അപ്പോൾ നമുക്കെന്നാ രഥോത്സവം കഴിഞ്ഞതിൻ്റെ മഞ്ഞനീരോട്ടോടുകൂടി രഥോത്സവം അവസാനിക്കുകയാണ്, പെരുങ്കുളം രഥോത്സവം. അപ്പോൾ സ്വാമിക്ക് എന്താ അതിനെക്കുറിച്ച്, നമ്മുടെ പെരുങ്കുളം രഥോത്സവത്തിനെ കുറിച്ച് പറയാൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ശ്രീലക്ഷ്മി വല്ലഭാരംഭാം വിഘ്നോമന്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. എൻ്റെ പേര് നാരായണസ്വാമി ഭട്ടാചാര്യർ എന്നാണ്. നിറയെ അമ്പലങ്ങളിൽ നമ്മുടെ പാരമ്പര്യമായിട്ട് ഉത്സവം നടത്തുന്ന ഒരു അമ്പലമാണ് ഈ പെരുങ്കുളം. ചെറിയച്ഛനാണ് ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം മൂപ്പർക്ക് സഹായമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചെറിയച്ഛൻ്റെ പേര് വന്നിട്ട് രാമമൂർത്തി ഭട്ടാചാര്യരാണ്. എൻ്റെ അച്ഛൻ രാമഗോവിന്ദ ഭട്ടാചാര്യർ. ഞങ്ങൾ ഈ പാരമ്പര്യമായിട്ട് ഈ തന്ത്രിസ്ഥാനവും ഉത്സവങ്ങളും കുംഭാഭിഷേകം ഇങ്ങനെ ഉള്ള പൂർവികമായിട്ട് പാരമ്പര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങളുടെ ഫാമിലി. അതിൽ ഉൾപ്പെട്ടതാണ് ഈ മഹാലക്ഷ്മി അമ്പലവും വരദരാജ പെരുമാൾ അമ്പലവും. എല്ലാ ഗ്രാമങ്ങളിലും ഉത്സവം നടക്കാറുണ്ട്, ഞങ്ങൾ പോയി ചെയ്യാറുമുണ്ട്. പക്ഷേ ഈ പെരുങ്കുളത്ത് എന്ത് വിശേഷം വെച്ചാൽ ഈ മഹാലക്ഷ്മിയും വരദരാജ പെരുമാളും ഉള്ള ഒരു ബന്ധം അത് വളരെ അപൂർവമാണ്. അതായത് ഇവിടെ എന്ത് നടക്കണമെങ്കിൽ അവിടെ പോയി പെരുമാളുടെ അടുത്ത് പെർമിഷൻ ചോദിക്കുക. പെരുമാളുടെ ഫംഗ്ഷൻ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ മഹാലക്ഷ്മീൻ്റെ അടുത്ത് അനുവാദം ചോദിച്ചിട്ട് ചെയ്യുക. ഇവർ തമ്മിൽ അന്യോന്യമായിട്ട് ഈ ഗ്രാമക്കാർ നടത്തിക്കൊണ്ടുപോകുന്ന ഈ ഉത്സവം വളരെ അപൂർവമാണ്. എല്ലാവിടെയും ഇങ്ങനെ ഒരു കല്യാണോത്സവം പോലെയാണ് ഇവിടെ ബ്രഹ്മോത്സവം നടക്കുന്നത്. തിരുപ്പതിയിൽ കല്യാണോത്സവം എങ്ങനെയോ അതേമാതിരിയാണ് ഇവിടെ ഒരു കല്യാണോത്സവമായിട്ട് ബ്രഹ്മോത്സവം നടത്തുന്നത്. വളരെ ഈ കേരള ദേശത്തിൽ വളരെ വിചിത്രമായ ഒരു ബ്രഹ്മോത്സവമാണ് ഈ പെരുങ്കുളം വരദരാജ പെരുമാളിൻ്റെയും മഹാലക്ഷ്മിയുടെയും ഈ രഥോത്സവം. പിന്നെ രഥം പറഞ്ഞ ഗംഭീരമായ രഥമാണ്. അതായത് കൽപ്പാത്തി തേരിൽ എങ്ങനെ നടക്കണോ അതേമാതിരിയാണ് ഇവിടെയും 4 തേര്, നവനീത ഗോപാലഘട്ട സ്വാമി, വരദരാജ പെരുമാൾ, മഹാലക്ഷ്മി, ശിവൻ, പാർവതി, ഇങ്ങനെയാണ് 4 തേര് ഇവിടെയും നടക്കുന്നത്. നാനാ ഭാഗത്തുനിന്നും ജനങ്ങൾ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഇവിടെ പോകുന്നുണ്ട്. എൻ്റെ അറിവിൽ മഹാലക്ഷ്മി സന്നിധി പൂർവികമായിട്ട് അങ്ങനെ തനിച്ചൊരു സന്നിധി വളരെ അപൂർവമാണ്. അത് പെരുങ്കുളത്ത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മഹാലക്ഷ്മി ടെമ്പിൾ മുംബൈയാണ്. അത് കഴിഞ്ഞ അങ്ങനെ
അമ്പലമായിട്ട് മഹാലക്ഷ്മിയുടെ പ്രതിഷ്ഠ പെരുങ്കുളത്താണ്. ഇവിടെ വന്ന് നല്ലോണം പ്രാർത്ഥിച്ചവർക്കെല്ലാവർക്കും അവരവർക്ക് വേണ്ട അഭീഷ്ടങ്ങൾ പൂർത്തീകരിക്കാൻ അത്രയും ചൈതന്യത്തോടു കൂടി നിൽക്കുന്ന മഹാലക്ഷ്മിയാണ് ഇവിടെ. അത് കാരണം ഭക്തജനങ്ങളെല്ലാവരും ഈ പെരുങ്കുളം മഹാലക്ഷ്മി അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കുക. അതേമാതിരി അടുത്ത് തന്നെ വരദരാജ പെരുമാൾ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കുക. പുരാതനമായ ഗ്രാമമാണ്. എല്ലാവരും, അതായത് ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ നല്ല ഭക്തി ശ്രദ്ധയോടെ ചെയ്യുന്ന ബ്രഹ്മോത്സവമാണ് ഈ പെരുങ്കുളം നടക്കുന്ന ഈ തേര ബ്രഹ്മോത്സവം. സ്വാമി ആദ്യമായിട്ട് രഥോത്സവം, പെരുങ്കുളം രഥോത്സവം കണ്ടത് എപ്പോഴാണ്? ഞാനിപ്പോ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. മുമ്പിൽ ചെറിയച്ഛൻ. എങ്ങനെയുണ്ട്? ഹൗ ടു എക്സ്പീരിയൻസ്? വളരെ വ്യത്യാസമായ എക്സ്പീരിയൻസ് ആണ്. ആളുകളുടെ പാർട്ടിസിപ്പേഷൻ. അതെ അതെ അതെ. ഇവിടുത്തെ ചടങ്ങ് വളരെ വ്യത്യാസമാണ്. അത് നമ്മൾ നല്ലോണം കൂടെ ഇരുന്ന് മനസ്സിലാക്കേണ്ട ഒരു രീതിയാണ് ഇവിടെ. അടുത്ത വർഷം തീർച്ചയായിട്ടും വരും. നമുക്ക് അത്രത്തോളം അടുപ്പമായി കഴിഞ്ഞു പെരുങ്കുളമായിട്ട്. നമുക്കിവിടെ വന്നിട്ട് പോയാൽ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം. പിന്നെ എന്താ വെച്ചാൽ നമ്മളെ പൂർവികർ, എൻ്റെ മുത്തശ്ശൻ, അവരുടെ ഏട്ടനൊക്കെ ഇവിടെ കുംഭോഷം കഴിച്ചിട്ടുണ്ട് ഒരുപാട് കാലം മുമ്പ്. ആ ഒരു പാരമ്പര്യത്തിൽ നമ്മൾ വന്നുകൊണ്ടിരിക്കണോ പറയുമ്പോൾ നമുക്ക് അതിനെക്കാട്ടുള്ള ഒരു സന്തോഷമാണല്ലോ. നമുക്കും ഈ കർമ്മാവില് പങ്കെടുക്കാൻ സാധിച്ചാൽ എനിക്ക് വളരെ സന്തോഷം. രഥോത്സവം അവസാനിച്ച അഗ്രഹാരവീഥികൾ വീണ്ടും വിജനമായി. ഇനി കൊൽക്കത്തയിൽ നിന്നും, ബോംബെയിൽ നിന്നും, മദ്രാസിൽ നിന്നും, അമേരിക്കയിൽ നിന്നും പോലും അടുത്ത വർഷം നമുക്ക് വീണ്ടും കൂടാമെന്ന പ്രത്യാശയോടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു.